അപ്പോൾ ഇത് ഇടുന്നതിന് ആ സ്ട്രോബെറിൻ്റെ ക്രഷാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മാംഗോൻ്റെ ക്രഷോ അങ്ങനെ ഏത് ഫ്രൂട്ടിൻ്റെ ക്രഷാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ഞാനിത് ജസ്റ്റ് പഞ്ചസാരയും. ഹലോ, ഹായ്, ഞാൻ ഷമീം. നമ്മളെ കുക്ക് ചെയ്യേണ്ട ഓരോ സാധനങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ ദിവസമായി, എനിക്കൊന്ന് ഏകദേശം ഒരു 1.5 മാസമായി നല്ലൊരു റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കുറെ യാത്രകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടങ്ങളും അതൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങളും എൻ്റെ ഒരു റെസിപ്പിക്കായിട്ട് കുറെ കാത്തിക്കുന്നുണ്ടാവല്ലോ. അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈദിലേക്കുള്ള നല്ല കിടിലം പറയുന്നത് വളരെ ബൈറ്റ് സൈസിലുള്ള വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുക്കിംഗ് ഒന്നും കൂടുതലില്ലാത്ത നല്ലൊരു ഒരു ബൈറ്റ് സൈസ് ഡെസേർട്ട് എന്ന് തന്നെ പറയാം. അത് നമുക്ക് ഒന്നും ചെലവില്ല, പെട്ടെന്ന് എനിക്കൊന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ല 10 മിനിറ്റിനുള്ളിൽ ആക്കാൻ പറ്റിയ അടിപൊളി സാധനം. 5 മിനിറ്റ് വേണ്ട, ഇങ്ങനെ കട്ട് ചെയ്യാം, ഒന്ന് അസംബിൾ ചെയ്യാം, എല്ലാം അസംബിൾ ചെയ്തിട്ടുള്ള. അപ്പോ അപ്പൊ അനുശ്രീ പറയാം, അടുക്ക് വെയിറ്റ് ചെയ്യും. എന്താ പറയാനല്ലേ? ചുമയുണ്ട്. അപ്പോൾ നല്ല ഇതിന് ശേഷം ഈ എപ്പിസോഡിന് ശേഷം പരമാവധി ഒരു ഡെസേർട്ടും കൂടെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം, പെരുന്നാളിന് തൊട്ട് മുമ്പായിട്ട്. അപ്പോ ഇങ്ങനെ 2 ഡെസേർട്ട് എന്റെ മനസ്സിലുള്ള പ്ലാൻ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ഇതിന്റെ അടിയിൽ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റ്സ് ഉണ്ട്, കുക്കീസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കുക്കീസ് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ. നമുക്ക് ക്രഞ്ചി ആയിട്ട് കിട്ടണം, അങ്ങനെ ഒരു സംഭവം. ലോട്ടസ് വേണം, ലോട്ടസ് യൂസ് ചെയ്തോളൂ, ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ നമുക്കതാ പോവാ, കുക്കിംഗ് പോവാ. അനുഷ് ഇന്ന് കുക്ക് ചെയ്യുന്ന അനുഷ് ഓക്കെ എന്താ? അപ്പോ പിസ്തയൊക്കെ തൊളിച്ച് വെക്കാം. കുറച്ച് പിസ്ത വേണ്ടു, അതുപോലെ തന്നെ കാഷ്യൂ, ഈത്തപ്പഴം, പിന്നെ അത്തിപ്പഴം, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പെട്ടെന്നാവുന്ന സാധനമാണ്. കുറച്ച് ഇതൊക്കെ വേണ്ടുള്ളൂ കേട്ടോ, അധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഇതൊരു ബൈറ്റ്സിന് വേണ്ടിയിട്ട് ആക്കിയെടുക്കുന്നത് കേട്ടോ. പിസ്ത കഴിഞ്ഞാൽ കാഷ്യൂ ഇതേപോലെ എടുത്തിട്ട് കട്ട് ചെയ്യുക. എല്ലാം ഏകദേശം ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഈത്തപ്പഴം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മബ്രൂം എന്ന് പറഞ്ഞാൽ നല്ല ചുയിയുള്ള ഈത്തപ്പഴമായിരിക്കണം, എന്നാലും നമുക്ക് ആ ബൈറ്റ്സ് നല്ല രീതിയിൽ അതിൽ കിട്ടുക. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഈ ഒരു കാര്യത്തിൽ ഈത്തപ്പഴം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ചിപ്പാണ്. നമ്മൾ ഇത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോക്ലേറ്റ് ചിപ്പ് ഉള്ളത് എടുത്തിന് ഇതാ. അപ്പോൾ ഈ ഭാഗം അടിയിലോട്ട് മാറ്റി മറിച്ച് വെച്ചു, ആ സ്പ്രെഡ് കറക്റ്റ് നിൽക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കീസ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അവിടെ ചോക്കോ ചിപ്പുള്ള സാധനം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചോക്ലേറ്റ്സ് എടുക്കാം, ഓരോ കുക്കീസിൻ്റെ മുകളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ഡെസേർട്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് കാഡ്ബറിൻ്റെ കുക്കീസാണ് കേട്ടോ. അപ്പോൾ സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിസ്ത, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പിസ്ത ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ കാഷ്യൂ, ക്രഷ് ചെയ്ത കാഷ്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ ഈത്തപ്പഴം അത്തിപ്പഴം, ഇത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കോമ്പിനേഷൻ ആഡ് ചെയ്യാം. അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. ക്രീം ചീസ് ഇതാ, നമ്മൾ കുറച്ച് ക്രീം ചീസ് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യണം. അപ്പോൾ പൗഡേർഡ് ഷുഗർ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ കണ്ടില്ല, അധികം ചോക്ലേറ്റിലും ഇതിലാണ് മധുരമുള്ളത്. പിന്നെ ഇതൊന്നാണ് മധുരം വരേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ചീസിൽ പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ പുളിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കണക്കായിട്ടുള്ള കാസ്റ്റർ ഷുഗറോ അല്ല പൗഡേർഡ് ഷുഗറോ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. ഇതിലേക്ക് ഒന്നും വേണ്ട, വാനില എസൻസോ അങ്ങനത്തെ ഒന്നും വേണ്ട. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റിലെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ട്യൂബിലേക്ക് മാറ്റാം. കൂടുതലായിട്ട് ഓവറായിട്ട് വേണ്ട, നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ ടോപ്പിലേക്ക്. ഇതിൻ്റെ കൂടെ 2 സാധനം കൂടെ കയറാണ്ട്, ചെറിയ അടിപൊളി സംഭവം കേട്ടോ.
അപ്പോൾ ഇത് ഇടുന്നതിന് ആ സ്ട്രോബെറിൻ്റെ ക്രഷാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മാംഗോൻ്റെ ക്രഷോ അങ്ങനെ ഏത് ഫ്രൂട്ടിൻ്റെ ക്രഷാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ഞാനിത് ജസ്റ്റ് പഞ്ചസാരയും ഇതും മാത്രം ആക്കിയതാണ്. ഞാൻ പല എപ്പിസോഡിൽ ഇത് കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ മുകളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി അടിപൊളി. അനുഷ് കാത്തൊക്കെയാന്നല്ലേ. നമുക്കിപ്പോൾ മിന്റ് ലീഫ് ഇതിൻ്റെ കൂടെ ചെറിയ പീസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് കൂടെ മിന്റ് ലീഫ് ഇല്ല. ചെറിയ പിസ്തൻ്റെ കഷ്ണം ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട് ഒരു ഡെക്കറേഷൻ പർപ്പസ്. ഓക്കെ, അത് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മിഡ് ലീഫോ അല്ലെങ്കിൽ പിസ്തൻ്റെ പീസോ അല്ല ബട്ടർ സ്കോച്ചോ അല്ല കാരമലൈസ് ചെയ്തതോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നല്ല കൊണ്ടുവച്ചേ. അപ്പോൾ അനൂപ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്. മൂപ്പര നമ്മള് കഴിഞ്ഞ ഒരു മാംഗോന്റെ ഡെസേർട്ടിന്റെ എപ്പിസോഡിലല്ലേ. ഒരാൾ കാണുന്ന പോലെ അതല്ല. അപ്പൊ ഇപ്പറെ കെട്ടോളുണ്ടാണ്, കിച്ചണിലുണ്ട്, കുറച്ച് പണിയിലാണ്. ഞാൻ പറഞ്ഞ ഇത് ഫുള്ളായിട്ട് വായിലിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതെന്താ പാരിപൂരിയോ കാര്യല്ലേ. ആരും എന്താ ഡാലോ അടിക്കാണ്ടാ എല്ലാം ആകെ കാണിച്ച് പേടിപ്പിക്കുക. അപ്പൊ ഓക്കെ, പിന്നെ ഇത് കഴിച്ചോക്കല്ലേ. വെറുതെ അനുഷ് ഇത് ഫുള്ള് വായിൽ പോകില്ല. ഒരു കാര്യം ചെയ്യാം, അപ്പൊ ഇത് വായിലിട്ടതിന് ശേഷം അനുഷ് കുറച്ച് കടിച്ചിട്ട് തരാം. അപ്പൊ ഓക്കെ. എന്നാ സ്ട്രോബെറി ഇഷ്ടമല്ല അല്ലേ? എന്നാ സ്ട്രോബെറി അല്ലാത്ത വേറെ തരാം. സ്ട്രോബെറി ഇല്ലാത്ത വേറെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈറ്റ് ഡെസേർട്സ് ആണ്. നമുക്ക് ഒറ്റ ബൈറ്റിൽ ഫുള്ള് വായിലേക്ക് ഇതിനകത്തുള്ള എല്ലാം ബൈറ്റ്സ് കിട്ടണം. ഇതിനകത്ത് കുറെ സാധനം ഉണ്ടല്ലോ. എന്നിട്ട് കഴിച്ചിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളതെന്ന് പറയണം. എന്തെങ്കിലും ഐഡിയ ഉണ്ട് ഇതിനകത്തുള്ള എന്താ സാധനം എന്നുള്ള? ഈ പുറത്ത് കാണുന്ന ഈ നട്ട്സ് മാത്രം അറിയാം അല്ലെ, ഈ ബിസ്ക്കറ്റും അറിയാം. മൂപ്പര് എന്ത് കൊടുത്താലും തിന്നു. പൊതുവെ എന്ത് കൊടുത്താലും അതിലൊരു അഭിപ്രായമോ ഒരു പ്രശ്നമോ ഒന്നും ഇതാ കഴിക്കും. കഴിക്കാം. ഒരു ചുഴിയിലും വരുന്നുണ്ടോ? എന്താ പിന്നെ ചോക്ലേറ്റ് വരുന്നുണ്ടോ? ചോക്ലേറ്റ് ഉണ്ട്, നട്ട്സ് എന്താ പിസ്ത ഉണ്ട്, കാഷ്യൂ ഉണ്ട്, ചുഴി വരുന്ന ഈത്തപ്പഴമാണ്. അത്തിപ്പഴം കൂടെ ഫിഗും കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ ചുഴി ഉണ്ടാവും. കുറച്ചുകൂടെ ചുഴി ഉണ്ടാവും. പിന്നെ മെയിൻലി പറഞ്ഞ ചെറിയ പുളിപ്പ് വരുന്നുണ്ടോ? അത് ഈ ക്രീമാണ്, ക്രീം ചീസാണ്. അപ്പോൾ ക്രീം ചീസിന്റെ പുളിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ക്രീമുകൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മാംഗോന്റെ ക്രീം ഉണ്ട്, മാംഗോ യൂസ് ചെയ്യാം. ഞാൻ പറയുന്നത് മെയിൻലി ഈ കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഒറ്റ സൈസിൽ എല്ലാം കൂടി ഇങ്ങനെ കിട്ടി അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നട്ട്സിന്റെ എല്ലാം നല്ല ബൈറ്റ്സ് ഇല്ല. പിന്നെ കുക്കീസിന്റെ അല്ലെ. അനുഷ്ഠ അതിൻ്റെ അകത്തുള്ള മെയിൻ സാധനങ്ങളൊന്നും വേണ്ട, കാലി ബിസ്ക്കറ്റ് മാത്രം മതി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ സാധനങ്ങളുണ്ട്? ഒരു വെറൈറ്റി ഫീൽ ഇല്ലേ അല്ലെ? അനുഷ് അപ്പൊ തരാം, ഇതില്ലാത്ത തരാം, സ്ട്രോബെറി ഇല്ലാത്ത തരാം. അപ്പൊ ഓക്കെ, നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഞാനിതൊന്നും കൂടെ ബൈറ്റ്സ് ഇട്ടിട്ടെ. അപ്പൊ എല്ലാരോടും ശരി. പോട്ടെ, തരാൻ പറഞ്ഞെ ഒരു ഇതൊന്നുമില്ല, എല്ലാം അടിച്ചു കയറും. അപ്പൊ ഓക്കെ,